blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ട്രിവാൻഡ്രത്ത് നിന്നുള്ള മഹേശ്വരനായി പ്രാർത്ഥിക്കുന്ന തൻ്റെ സ്റ്റഡീസിനെ അനുഗ്രഹിക്കുന്നു. നോർമൽ ഡെവലപ്മെൻറ്റിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാരൻസ് ക്രിസ്റ്റലിൻ ആൻഡ് ഗിരീഷ് ഇരുവരെയും കർത്താവെ എല്ലാ നന്മകൾക്കായി നന്ദി പറയുമ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള വെൽവിഷറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ആൻസൈറ്റി, ടെൻഷൻ എല്ലാം മാറിപ്പോകട്ടെ. തൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നുമുള്ള PE ചാക്കോയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്നെയും ഭാര്യ മറിയാമ്മയെ കർത്താവെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മകൻ ബിജു ചാക്കോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. റിൻസി ബിജുവിനായി പ്രാർത്ഥിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. എല്ലാ നിലകളിലും ഇവർ അനുഗ്രഹിക്കപ്പെട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. എല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. മറക്കരുത്. വന്നു ചേരാവുന്ന എല്ലാവരും പല സ്ഥലങ്ങളിലായി വന്നു ചേരുക. നാളെ പിറവത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. 2 സ്ഥലങ്ങളിൽ വരുന്നവർ ബ്ലെസ്സിങ് ടുഡേ പ്രസിദ്ധീകരണമായ ആശിഷമാരി നിങ്ങൾ ചോദിച്ച് വാങ്ങണം. പല കോപ്പികൾ വാങ്ങണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം, പ്രത്യാശയുടെ സന്ദേശം എല്ലാവരും ഒന്ന് വായിച്ചറിയാൻ ഇത് ഇടയാകട്ടെ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കുറച്ചാഴ്ചകൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നു. അവിടെ നൽകപ്പെട്ട സന്ദേശമാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. അതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലായിരുന്നു. നേരിട്ട് അവിടെ അറ്റൻഡ് ചെയ്തതുപോലെ തന്നെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ കർത്താവ് ഈ സമയത്ത് റിലീസ് ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു. വാച്ച് ദിസ്. ഈ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മടങ്ങി വന്ന് പ്രാർത്ഥിക്കും. മിറക്കിൾസ് ടുഡേയിലെ മിറക്കിൾസും കാണുക. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ മറ്റാരുമില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പറയുന്നത്, സാൽവേഷൻ ഈസ് ഫൗണ്ട്
in no one else, for there is no other name under heaven given to men by which we must be saved. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഒത്തിരി നിങ്ങൾ പ്രസംഗിച്ച് കേട്ട് കാണും. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി പേരും ആ വചനം കേട്ട് കാണും. പലരും അതിനനുസരിച്ച് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കാം. എങ്കിലും ഈ ഒരു വചനത്തിൻ്റെ സത്യത്തിലേക്ക് വന്നിട്ടില്ലാത്ത അനേകരുണ്ട്. അവിടെ പറയുന്നത് മറ്റ് ഒരുവനിലും രക്ഷ ഇല്ല. നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. നാം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു നാമമാണ്. God has given us a name so that we may be saved by calling upon that name. നമ്മൾ രക്ഷ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? രക്ഷ പ്രാപിക്കുവാൻ ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. അവരാൽ കഴിയുന്നത്ര നന്മ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി. എല്ലാവർക്കും അറിയാം ഈ മരണശേഷം മോക്ഷം പ്രാപിക്കണം അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടി എല്ലാവരും അവരവർക്കറിയാവുന്നതുപോലെ പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് ഒരു നാമമാണ്. ഒരു നാമം. ആ നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാവർക്കും അറിയാം. യേശു എന്നുള്ള വാക്ക് നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ജീസസ് എന്ന് പറയും, മലയാളത്തിൽ യേശു എന്ന് പറയും, ഈശോ എന്ന് ഒരു ഭാഷയിൽ പറയും. ഇതെല്ലാം ഒരേ നാമമാണ്. നമ്മൾ എല്ലാവരും മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ളവരും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് ഒരൊറ്റ നാമമാണ്. ആ നാമമാണ് ഉറക്കെ യേശു. യേശു എന്ന ഒരു നാമമാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നു സാൽവേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ വൺ എൽസ്. വേറെ ഒരാളിലും രക്ഷ കണ്ടെത്തുവാൻ സാധ്യമല്ല. യേശു എന്ന നാമത്തിൽ മാത്രമേ നമുക്ക് രക്ഷ കണ്ടെത്താൻ സാധിക്കൂ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ ആകെ ചെയ്യേണ്ടത് ഈ നാമത്തിലേക്ക് തിരിയുക. പ്രത്യേകിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് there is no other name under heaven given to men. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യർക്ക് നൽകപ്പെട്ടതായി വേറെ ഒരു നാമവും ഇല്ല. യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. യോഹന്നാൻ 14:6 വാക്യത്തിൽ യേശു പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുകയില്ല. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. 1, വഴി ഞാനാണ്. 2, സത്യം ഞാനാണ്. 3, ജീവൻ ഞാനാണ്. വഴി എന്ന് പറയുമ്പോൾ ദൈവത്തിലെത്തുവാനുള്ള മാർഗം, ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാനുള്ള മാർഗം. ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാൻ ഒത്തിരി മാർഗങ്ങളുടെ പുറകെ പോയവനാണ് ഞാൻ. പല പല പുസ്തകങ്ങൾ വായിക്കുകയും പല ഗ്രന്ഥങ്ങൾ വായിക്കുകയും മഹാന്മാരുടെ ചരിത്രം വായിക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് അവസാനം എനിക്ക് മനസ്സിലായി ദൈവം ആയി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു റോഡല്ല, പകരം അതൊരു വ്യക്തിയാണ്. അടുത്തതായി പറയുന്ന സത്യം. സത്യം മനസ്സിലാക്കാൻ വേണ്ടി സത്വാന്വേഷികളായി ഒത്തിരി പേരും ഒത്തിരി കാര്യങ്ങൾ തേടുകയും പല പല മാർഗങ്ങൾ അവലംബിക്കുകയെല്ലാം ചെയ്യണം. പക്ഷേ യേശു പറയുന്നത് സത്യം എന്ന് പറയുന്നത് ഒരു ആശയമല്ല, അല്ലെങ്കിൽ ഒരു ഇസമല്ല. സത്യം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? യേശു.
വ്യക്തമായി പറയുന്നു, ഞാനാണ് സത്യം. സത്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അടുത്തതായി ജീവൻ. ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കൈയും കാലൊക്കെ ഇട്ട് അനക്കുവാൻ വേണ്ടി, വളരുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒന്ന്. നോ, ജീവൻ മുഴുവൻ വരുന്നത് ജീവൻ്റെ ഉറവിടമായ യേശുവിൽ നിന്നാണ്. ഒരു കൊച്ചു അമീബ എടുത്താൽ, ഒരു വലിയ കാട്ടാനയെ എടുത്താൽ, ഒരു വലിയ തിമിംഗലത്തെ എടുത്താൽ, മനുഷ്യനെ എടുത്താൽ, ആരെ എടുത്താലും ആ ജീവൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യേശു എന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശുവിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നതെങ്കിൽ കുറേ നാമങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? യേശു തന്നെ പറയുന്നു, there is only one name, there is only one person, there is only one way, there is only one truth, and there is only one life, and that is Jesus Christ. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ ബിലീഫ്, അവർ ഫെയ്ത്ത്. ഈ അടിസ്ഥാനമില്ലാതെ അതിൻ്റെ മുകളിൽ ഒന്നും പണിതാൽ അതെല്ലാം താഴെ വീഴും. യേശു എന്ന വാക്ക് ഹീബ്രുവിൽ നിന്നാണ്, എബ്രായ ഭാഷയിൽ നിന്നാണ് പല പല ഭാഷാന്തരങ്ങളിലേക്ക് വന്നത്. യഹോശുവ എന്നാണ് അതിൻ്റെ ഒറിജിനൽ ഫോം. അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു. ഷോർട്ട് ആയി പറഞ്ഞാൽ രക്ഷകൻ. നമ്മൾ ഓരോ പ്രാവശ്യവും യേശുവേ എന്ന് വിളിക്കുമ്പോൾ അതിനെ പരിഭാഷപ്പെടുത്തിയാൽ എന്ത് കിട്ടും? രക്ഷക എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിനൊരു അർത്ഥമുണ്ട്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രക്ഷകൻ എന്നാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ദൂരസ്ഥന്മാരും സമീപസ്ഥന്മാരും ആരായിരുന്നാലും അവർ രക്ഷപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞാൽ, എനിക്കൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അവരുടെ പേരുകൾ ഞാൻ വാഗൊണ്ട് വിളിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഓരോ ദിവസവും ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് യേശുവേ എന്നാണ്. ലോകം മുഴുവനും എടുത്താൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാഗൊണ്ട്, നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള പേരുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സകല നാമത്തെക്കാളും മേലായ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. ദൂതന്മാരുടെ നാമങ്ങളെക്കാൾ ഗബ്രിയേൽ ഒരു ദൂതന്റെ പേരാണ്, മിഖായേൽ ഒരു ദൂതന്റെ പേരാണ്, ഒരു ഏഞ്ചലിന്റെ പേരാണ്. അവരുടെ ഒക്കെ പേരിനേക്കാൾ സകല ചക്രവർത്തിമാരുടെയും സകല വലിയ വലിയ മഹാന്മാരുടെ ഒക്കെ പേരിനേക്കാൾ കൂടുതൽ ഉയരത്തിലുള്ള നാമമത്രേ യേശുവിൻ്റെ നാമം. കാരണം അത് ദൈവത്തിൻ്റെ നാമമാണ്, രക്ഷകന്റെ നാമമാണ്. ആ നാമത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയൂ, സൗഖ്യമാകാൻ കഴിയൂ. ആ നാമത്തിലൂടെ മാത്രമേ ആത്മാവിൻ്റെ വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കൂ. നമുക്കറിയാം, യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ദൈവം മനുഷ്യരുമായി ഇടപഴകുമായിരുന്നു പല രീതിയിലാണ്. ഒന്ന്, പല വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരിൽ പലരും പ്രവാചകന്മാരായി അറിയപ്പെട്ടു, ചിലരെ ന്യായാധിപന്മാരായി അറിയപ്പെട്ടു, ചിലരൊക്കെ ദൈവം വാഴിച്ച രാജാക്കന്മാർ ആയിരുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ. ദൈവം മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടി ഈ വ്യക്തികളെ അഭിഷേകം ചെയ്ത് അവർ സംസാരിച്ചു. അങ്ങനെയായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. യേശു വരുന്നതിന് മുൻപ് ചില സമയത്ത് ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാലാഖമാർ പ്രത്യക്ഷരായി അവർ മനുഷ്യരോട് സംസാരിച്ചു. ഇങ്ങനെ എബ്രായ ലേഖനം 1-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെയൊക്കെ വിവിധ മാർഗങ്ങളിലൂടെ മനുഷ്യരോട് സംസാരിച്ച ശേഷം അന്ത്യകാലം എത്തിയപ്പോൾ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അവൻ സംസാരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, യേശു ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുൻപ് പല പല വ്യക്തികളിലൂടെ, ന്യായാധിപന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ ഒക്കെ മനുഷ്യരോട് സംസാരിച്ച ശേഷം അവസാനം ദൈവം എന്താ ചെയ്തത്? നേരിട്ട് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി
അവൻ ഒരു മനുഷ്യ രൂപമെടുത്ത് നമ്മുടെ മധ്യത്തിലേക്ക് വന്നു. നമ്മെപ്പോലെ കൈകാലുകളുള്ള ശരീരമുള്ളൊരു മനുഷ്യനായി നമ്മുടെ മധ്യത്തിൽ അവൻ വസിച്ചു. ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. നാം അവനെ യേശു എന്ന് വിളിച്ചു. ഹല്ലേലൂയ. മാത്രമല്ല, യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം മനുഷ്യന് ന്യായപ്രമാണം എന്ന് പറയുന്ന ഒന്ന് കൊടുത്തു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം, അതിൽപ്പെട്ട ഒന്നാണ് 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളും ഒന്നുപോലും തെറ്റിക്കാതെ ജീവിതത്തിൽ പാലിച്ചിട്ടുള്ളവരൊന്ന് കൈവർത്താമോ? ആരെയും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം 10 കൽപ്പനകൾ നമ്മളെല്ലാവരും പൊട്ടിച്ചു. ഞാനിത് ബൈ ഹാർട്ട് പഠിച്ച ആളാണ്. ഒത്തിരി പ്രാവശ്യം പറയുകയും, അല്ലേ, നിന്റെ ദൈവമായ കർത്താവിനെ നീ എല്ലാത്തിനും കൂടുതൽ സ്നേഹിക്കണം എന്ന് തുടങ്ങി 10 നമ്മളിത് പഠിച്ചെങ്കിലും നമ്മൾ ഭൂമിയിൽ ആരും ഇത് പാലിച്ചിട്ടില്ല. സത്യം പറയാം, ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും ഇത് പാലിച്ചിട്ടില്ല. യേശു വന്നിട്ട് ഇത് മൊത്തം പാലിച്ചു. ന്യായപ്രമാണം മുഴുവൻ യേശു നിവർത്തിയാക്കി. ഒന്നിൽ പോലും അവൻ ലംഘിച്ചില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് യേശു ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ നിവൃത്തിയാക്കുവാനത്രേ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെഴുതിയിരിക്കുന്നു. ബ്രദർ മകനും അമ്മയുമാണ്. ഈ സഹോദരന്റെ പേര് ജിജോ സാം, പത്തനാപുരം. തൻ്റെ അമ്മയാണ് സമീപം നിൽക്കുന്നത്. ഈ മകന് കഴിഞ്ഞ ഡിസംബറിൽ +2 സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് താൻ എക്സാമിന് വേണ്ടി പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡന്റ് ആവുകയും പോകുന്ന വഴിയിൽ ബൈക്ക് ആക്സിഡന്റ് ആവുകയും തൻ്റെ തല പൊട്ടുകയും ചെയ്തു. വേഗത്തിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഇത് എമർജൻസി ആണെന്ന് ഉള്ളത് കൊണ്ട് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ താൻ ICUവിൽ അഡ്മിറ്റായി. 6 ദിവസങ്ങൾ അവിടെ കിടന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മകന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല, ചിലപ്പോൾ ഒരു ഭാഗം തളർന്നു പോകും, കണ്ണിന്റെ കാഴ്ചശക്തി കുറയും, അങ്ങനെ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ അമ്മ നമ്മുടെ പ്രെയർ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെ കഴിഞ്ഞ പുനലൂർ മീറ്റിംഗിൽ, പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവിടെ വന്ന് ബ്രദറിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് 6 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയെങ്കിലും 3 വർഷം ഒരു മെഡിസിൻ എടുക്കണമായിരുന്നു. 3 വർഷം കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആവണം. 3 വർഷം മെഡിസിൻ കഴിക്കണമായിരുന്നു. എന്നാൽ താൻ ഡിസ്ചാർജ് ആയി ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ലാബ് ടെസ്റ്റുകൾ തുടങ്ങിയിരുന്നു. അപ്പോൾ താൻ ചെയ്തത്, അവിടെ പോയെങ്കിലും തനിക്ക് അതൊക്കെ ചെയ്യാൻ വളരെ പാടായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും താൻ ക്ഷീണിതനായിരുന്നു. എന്നാൽ എല്ലാ പരീക്ഷകളും താൻ എഴുതി 80% മാർക്കോടെ താൻ പാസ്സായി. മാത്രമല്ല, അതിലും വലിയ അത്ഭുതം, 3 വർഷം കഴിക്കേണ്ട മരുന്ന് ഇവിടെ 3 മാസമേ കഴിച്ചുള്ളവര് ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, സിസ്റ്റർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, വേഗത്തിൽ മകൻ സൗഖ്യമാകുമെന്ന്. അതുപോലെ തന്നെ പിന്നീട് ഡോക്ടറെ കാണുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഈ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല, ഈ മകന് വളരെ പെട്ടെന്ന് റിക്കവേർഡ് ആയിരിക്കുന്നു. തലയോട്ടിയിൽ ചെറിയൊരു തടിപ്പുണ്ട്, ആ തടിപ്പ് മാറാനുള്ള വേറൊരു മരുന്ന് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ. ഫാസ്റ്റ് റിക്കവറി. ഡോക്ടറുടെ കണക്കുകൂട്ടലനുസരിച്ച് ഇതുപോലെ ഇപ്പം നിൽക്കേണ്ട ആളല്ല. ഒരു സൈഡ് പോകുമായിരുന്നു, കണ്ണു പോയി, ഇതെല്ലാത്തിനും അവസരമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഈ യുവാവിന് കൊടുത്ത വിടുതലിനായി എത്ര പേർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മോൻ എന്താ വിശ്വാസം, ഇത് ആരായിരിക്കും ചെയ്തത്? ദൈവം തന്നെ ആയിരിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. പിന്നെ എനിക്ക് ബ്രദറിനോട് ക്ഷമ ചോദിക്കാനുണ്ട്. അതെന്താണ്? കാരണം TV കൂടെ പലവട്ടം ഇങ്ങനെ അത്ഭുതം ഓരോരുത്തരൊന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടന്നപ്പം ശരിക്കും ഞാൻ വിശ്വസിച്ചു. ഞാൻ പരീക്ഷയെ സമയത്ത് ഞാൻ ഒരു സമയം കൊണ്ട് ഞാൻ സ്വയമായിട്ട് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ എനിക്ക് മാർക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷേൻ്റെ അപ്പുറത്തൊരു വിജയം, ഞാൻ ജയിക്കുമെന്ന് പോലും പേടിച്ചാൽ പോയി റിസൾട്ട് നോക്കി. എൻ്റെ കൂടെയുള്ള പഠിക്കുന്ന അവരെക്കാളൊക്കെ ഒരുപാട് ഒത്തിരി കൂടുതൽ മാർക്കാണ് എനിക്ക് ലഭിച്ചത്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് കർത്താവ് തന്നു. എൻ്റെ കൂട്ടുകാരെക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. വളരെ സന്തോഷമുണ്ട്. പിന്നെ ICU കിടക്കുമ്പം എനിക്ക് ഇടയ്ക്ക് ബോധം വന്നപ്പം പപ്പ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവന് മോന് കുഴപ്പമൊന്നും ഇല്ലെന്ന് എൻ്റെ അടുത്ത് പപ്പ പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ആര് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന്? ശരിക്കും കുഴപ്പമുണ്ട്. ഒരു കേട്ടോ? മോൻ കേട്ടോ? ഞാൻ കേട്ടോണ്ടിരിക്കുക.
ഡോക്ടർ പറഞ്ഞു ഒരു സൈഡ് തളരും. അത് ഞാൻ കേട്ടോണ്ടിരിക്കും. അപ്പളെ ഈ ഇടയ്ക്ക് ബോധം വന്നപ്പോൾ ഡോക്ടർ പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്നു. അപ്പളെ പിന്നെ ഭയങ്കര ഇതായി. പക്ഷെ പെട്ടെന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പെട്ടെന്ന് റിക്കവറായി, രക്ഷപ്പെട്ടു. അപ്പളെ എൻ്റെ CT സ്കാൻ എടുത്തേ. അപ്പളെ തലയോട്ടിക്ക് ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ 3 വർഷം ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. 3.5 വർഷം കഴിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ആ സമയത്ത് മമ്മി ഇവിടെ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞത് കഴിക്കേണ്ട വരത്തില്ല, മാറ്റിക്കോളൂ. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് കഴിക്കണ്ട, ഇനി 3 മാസം കൂടി കഴിച്ചിട്ട് നിർത്തിക്കോളാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈ വാവ് പറഞ്ഞത് കേട്ടായിരുന്നു, മോൻ പറഞ്ഞത് കേട്ടായിരുന്നു. ആദ്യം ഒന്നൊക്കെ TV-യിൽ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ അനുഭവത്തിലൂടെ വിശ്വസിച്ചു, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. വിശ്വസിക്കുന്നവരൊക്കെ കൈകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഇതുപോലെ പ്രയാസത്തിലായിരിക്കുന്നവർ, ഡോക്ടേഴ്സ് നെഗറ്റീവായി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഈ മോനെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. യേശുവിനായി മരണം വരെ ഇവൻ ജീവിക്കട്ടെ, ഒരു ദൈവഭൃത്യനായി ജീവിക്കട്ടെ. അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമേൻ. ആകെ ഒരൊറ്റ ദിവസമേ ഹോളിഡേ ഉള്ളൂ. ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ ആകെ കിട്ടുന്ന ആഴ്ചയിൽ ഒരു ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസം ഞാൻ ഫാമിലിയോടൊപ്പം ചെലവഴിക്കും. ബാക്കി ദിവസങ്ങളെല്ലാം ജോലി തിരക്കാം. ഇങ്ങനെ പറയുന്നവർ ദൈവത്തെ മാറ്റി നിർത്തുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക. കർത്താവേ, ഇന്ന് ഈ എപ്പിസോഡ് കണ്ട എല്ലാവരെയും അങ്ങയുടെ അദൃശ്യമായ കരം ഇപ്പോൾ വെച്ച് അവരെ അനുഗ്രഹിക്കണമേ. സമാധാനം ഒട്ടും തന്നെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ചിലരും ഇത് കാണുന്നുണ്ടല്ലോ. ദൈവിക സമാധാനം ഒരു ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങൾക്കൊരു ഭാവി ഉണ്ട്. കർത്താവ് നിങ്ങളെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവെ, നീ അങ്ങനെ ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി പറയും. കാൽമുട്ടിൻ്റെ ചിരട്ടയ്ക്ക്, നീ ക്യാപ്പിന് പ്രശ്നങ്ങളുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. അതുപോലെ കാൽമുട്ടിൻ്റെ അകത്തുള്ള കാർട്ടിലേജുകൾക്ക് പ്രയാസമുള്ളവരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അസ്ഥികളിൽ ഒടിവ് സംഭവിച്ചിട്ടുള്ളവർ, പ്രത്യേകിച്ച് കാസ്റ്റിലിടാൻ, പ്ലാസ്റ്റർ ഇടാൻ ഒന്നും സാധിക്കാത്തൊരു സ്ഥലത്താണ്, എന്നാൽ അവിടെ അത്ഭുതകരമായ അസ്ഥികളെ കർത്താവ് സംയോജിപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. വയറിനകത്ത് വേണ്ടാത്ത ചില ദ്രാവകങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ശരീരത്തിൻ്റെ വെളിയിലേക്ക് പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ റിലീസ് എ ഹീലിംഗ്. താങ്ക് യു ഫാദർ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. പൊക്കിളിന് ചുറ്റുമായി വല്ലാത്ത രീതിയിൽ വ്രണങ്ങളൊക്കെ വന്ന് വല്ലാതെ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. ത്രോട്ടിനകത്തുള്ള ഇൻഫെക്ഷനുകളും പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിയുടെ അകത്തുള്ള പഴുപ്പ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ, മാറിപ്പോകട്ടെ. ഫൈൽസ് രോഗം മാറിപ്പോകട്ടെ. ക്യാൻസർ, വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ചിലർ ഇത് കാണുന്നുണ്ട്, വല്ലാത്ത നിരാശയിലായിരിക്കുന്നവർ. കർത്താവ് നിങ്ങളെ പ്രത്യേക രീതിയിൽ ഒരു ഉണർവിലേക്കും ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ അനുഭവത്തിലേക്കും കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നു. കർത്താവെ, നീ അങ്ങനെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയും. പ്രാർത്ഥനാ ജീവിതത്തിൽ പുറകോട്ട് പോയവരെ കർത്താവ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നു. ദൈവിക അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ ചിലരെ കർത്താവ് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇത് പറയുമ്പോൾ തന്നെ ദൈവികമായ അഭിഷേകം ചിലരുടെ മേൽ ഇറങ്ങുന്ന ഞാൻ കാണും. I release the power of God. I release the anointing of the Holy Spirit. I release the presence of God. I release the gift operation in Jesus' name. വലിയ വിടുതൽ ഉണ്ടാകട്ടെ. ചിലർക്ക് രോഗസൗഖ്യ ശുശ്രൂഷ ചെയ്യാൻ ചിലരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. മുന്നിലേക്കുള്ള വഴികൾ മുഴുവൻ അടഞ്ഞിരിക്കുന്നൊരു വ്യക്തി, ഈ ഒന്നും ചെയ്യാനില്ല, അതുപോലെ കർത്താവ് അത്ഭുതകരമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ. വീട് പണി ഇടയ്ക്ക് വെച്ച് നിന്നുപോയ ചിലരെ കർത്താവ് വീണ്ടും അത് പൂർത്തിയാക്കാൻ കർത്താവ് സഹായിക്കുന്നു.
പഠനം നിന്ന് പോയവരെ തുടർന്ന് പഠിക്കാൻ കർത്താവ് സഹായിക്കും. മറ്റ് ചില കോഴ്സുകൾ എടുക്കാൻ സഹായിക്കും. വീസ നിഷേധിക്കപ്പെട്ടവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ആ വീസ ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. ചില ജോലി ലഭിക്കാത്തവർക്ക് അത് ലഭിക്കട്ടെ. ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, ഇന്ന് ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ ശനിയാഴ്ച പിറവത്ത് ആദ്യമായി നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. വന്നു ചേരാവുന്നവരെല്ലാം വന്നു ചേരുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും നമുക്ക് കാണാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില സന്ദേശങ്ങൾ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ തന്നെ ഓർക്കുക, ബ്ലെസ്സിംഗ് ടുഡേ ഈ പ്രോഗ്രാം ഇതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്തവരോട് ദയവായി പറയുക. അതിൻ്റെ മേലും ഒരു അനുഗ്രഹമുണ്ട്. ഗോഡ് ബ്ലെസ് യു. ബൈ. സീ യു ഓൺ മൺഡേ. ബൈബിളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരാണ് കൊരിന്തിലുള്ള വിശ്വാസികളോട് വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയത്? Who conducted with believers of Corinth in simplicity and godly sincerity? Options: A. Patros, B. Joseph, C. Yeshu, D. Paulos. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.